ഗുരുഭ്യോ നമഃ. ആദ്യമായി പ്രൊഫസർ മുരളി മാധവന്റെ വളരെ പ്രൗഢഗംഭീരമായ പ്രസംഗം, പിന്നെ നല്ല ചായ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി. ഇനി എന്തെങ്കിലും പുതുതായിട്ട് പറയാനുണ്ടോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായി ഞാൻ ശ്രീദേവിയെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. സമാപ്തപാമോ മംഗളമാചര്യൂസ്. ആദ്യം മംഗളത്തിൽ തുടങ്ങിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എങ്ങനെയോ അന്യം നിന്ന് പോയ ഒരു രീതി വളരെ നന്നായി. മറ്റ് പരിപാടികളുമൊക്കെ വളരെ നന്നായി ഓർഗനൈസ് ചെയ്തു എന്ന് ഞാൻ അറിയുന്നു. വളരെ സന്തോഷം. ശ്രീശങ്കര ജയന്തി ലെക്ചർ, അതിന് ശ്രീദേവി എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് ചെറിയ ചില അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഞാനിവിടെ മറച്ചു വെക്കുന്നില്ല. ആദ്യമായി ശങ്കരൻ്റെതൊരു ഹൈവേ ആണ്. എന്നാൽ വളരെ കാലങ്ങളായി പ്രൊഫസർ മുരളി മാധവൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വളരെ സട്ടിലായി, എന്നാൽ മനസ്സിലാകും വിധം സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഹൈവേസ് ആൻഡ് ബൈവേസ് ഞാൻ ഓർക്കുന്നു, പണ്ട് പ്രൊഫസർ മുരളി മാധവൻ തന്നെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ശങ്കര ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യൻ ഫിലോസഫി ഹൈവേസ് ആൻഡ് ബൈവേസ്. അപ്പൊ നമുക്ക് ഹൈവേസും ഉണ്ട്, ബൈവേസും. എന്നാൽ ബൈവേസിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതുകൊണ്ട് ഹൈവേസിനെ നിരാകരിക്കുക എന്നല്ല അർത്ഥം. എന്താണ് ഹൈവേയുടെ പ്രത്യേകത? നിങ്ങൾക്കറിയാം എന്താണ് ഹൈവേയുടെ പ്രത്യേകത. എന്തുകൊണ്ടാണ് നമ്മൾ ഹൈവേയിലേക്ക് എപ്പോഴും കാർത്തിരിക്കുന്നത്? കാരണം അവിടെ പാത വിസ്തൃതിയുള്ളതാണ്, സുനിശ്ചിതമാണ്, അവിടെ മൈൽ സ്റ്റോൺസ് ഉണ്ടാവും, അപകട സാധ്യത കുറവാണ്, നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ ഇന്നല്ല, ഏകദേശം ഒരു 4 പതിറ്റാണ്ടായി കേരളത്തിന് ഈ ഹൈവേയെ അവഗണിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. വളരെ ദുഃഖകരമായ ഒരു കാര്യമാണത്. ഹൈവേയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടുള്ള അജ്ഞത കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ചെറിയ ചില ലാഭങ്ങൾക്കായി ഇത്തരം മനഃപൂർവമായ ഒരു തമസ്കരണം, ശങ്കരനെ ബഹുധാരാ പദ്ധതിയുടെ ഒരു വിരോധകനാക്കുന്ന പ്രവണത, ഇതൊക്കെ അജ്ഞത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്ക് നമ്മുടെ തന്നെ തലമുറ അവരോട് പറയാനുള്ളത്, സ്കോളർഷിപ്പിന്റെ നീതികൾക്ക് നിരക്കാത്ത ഇത്തരം പ്രവണതകൾ യഥാർത്ഥത്തിൽ ഒരു ജനതയോട്, ഒരു തലമുറയോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിരിക്കും. ശങ്കരന്റെ ആഗോള തലത്തില്, ആഗോള നഭസില് തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. അതിന് നമ്മുടെ ടോർച്ചിന്റെ പ്രകാശമൊന്നും വേണ്ട. നമ്മൾ ശങ്കരനെ പ്രകീർത്തിക്കുന്നത് വഴി നമ്മളാണ് പ്രകീർത്തിതരാകുന്നത് എന്നും നമുക്കറിയാം. എന്നാൽ അധ്യാപകരെന്ന നിലയിൽ നമുക്കൊരു വലിയ പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കാനുണ്ട്. എന്താണത്? ശങ്കരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. വരും തലമുറയ്ക്ക് ശങ്കരന്റെ പ്രഭ ഉപയോഗിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ശങ്കരനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക് നമ്മളുടെ ചുമലിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വളരെ അടുത്ത് ഞാൻ പ്രൊഫസർ മുരളി മാധവനോട് ഇത് ഷെയർ ചെയ്യുകയായിരുന്നു. കുടുംബശാസ്ത്രികളെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. സമ്പൂർണ്ണാനന്ദ സംസ്കൃത വിദ്യാലയത്തിലും പിന്നീട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം വൈസ് ചാൻസലറായി പ്രവർത്തിച്ചതാണ്. ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ എൻ്റെ അധ്യാപകനായ പ്രൊഫസർ ആർ ബാലസുബ്രഹ്മണ്യന്റെ സുഹൃത്താണ്. അദ്ദേഹം പറയുന്നു RB എൻ്റെ മെന്ററാണ്. എന്തായാലും അദ്ദേഹത്തിന് വളരെ അടുത്ത് കേൾക്കാൻ ഇടയായി വെളിയനാട് പോയപ്പോൾ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, വളരെ വളരെ വാചാലനായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ്, പത്മപാദരാണോ എന്ന് എനിക്കറിയില്ല, വളരെ മനോഹരമായ ഒരു ശ്ലോകം, ഇപ്പൊ മധുസൂദന സരസ്വതിയെ കോട്ട് ചെയ്തതുപോലെ, എങ്ങനെയാണ് ഉമാശങ്കരനും ഈ ശങ്കരനും തമ്മിലുള്ള വ്യത്യാസം, ഇതൊരു അപൂർവ ശങ്കരനാണ് എന്ന് ഭഗവാൻ ശങ്കരനെയും ഭഗവത്പാദരെയും കമ്പയർ ചെയ്തുകൊണ്ട് തുലനാത്മക രീതിയിൽ പറയുമ്പോൾ അതിനകത്ത് ഒരു വരി, ഇവിടെ അനുമാനാർദ്ധ ശരീരനാണ് ശങ്കരൻ എന്ന് പറയും. അനുമാനാർദ്ധ ശരീരൻ ഉമാ ശങ്കരൻ യഥാർത്ഥത്തില്
ഉമയ്ക്കാണ് അർദ്ധശരീരം കൊടുത്തിട്ടുള്ളത്. ഇവിടെ അനുമാനത്തിന് അർദ്ധശരീരം കൊടുത്തവനാണ് ശ്രീശങ്കരൻ. വളരെ മനോഹരമായി. മറ്റേ അർദ്ധശരീരം ശ്രുതിയാണ്. അപ്പൊ ശ്രുതിയും അനുമിതിയും ഒരുപോലെ തുല്യ രീതിയിൽ പ്രവർത്തിപ്പിച്ച ഒരു വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ശങ്കരൻ ഏറ്റെടുത്തത് എന്ന് കുടുംബശാസ്ത്രികൾ പറയുകയുണ്ടായി. എന്താണ് ഈ ഹ്യൂജ് ടാസ്ക്? വളരെ വിസ്തൃതിയുള്ള വൈദിക സാഹിത്യത്തിനെ അതിന്റെ കൺസിസ്റ്റന്റ് ആയ രീതിയിൽ, പരസ്പര വിരോധം ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിനെ സമന്വയിപ്പിച്ച് നമ്മുടെ മുമ്പേ ഒരു ഏകശിലാരൂപമായ ഒരു അദ്വൈത പ്രസ്ഥാനമായി. അദ്ദേഹം അദ്വൈതം എന്ന് പറയുന്നില്ല കേട്ടോ, അദ്ദേഹം വേദാന്തം എന്നേ പറയുന്നുള്ളൂ. അത് പിൽക്കാലത്താണ് നമ്മൾ അദ്വൈതം എന്ന രീതിയിൽ കണ്ടത്. അപ്പോൾ ബ്രഹ്മസൂത്രത്തിലെ സൂത്രം തത്വ സമന്വയാത് എന്നതുപോലെ അവിടെ ഒരു സമന്വയത്തിന്റെ രൂപത്തിൽ അദ്വൈതത്തിനെ നമ്മളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച വലിയ ഒരു ഹ്യൂജ് ടാസ്ക്. അന്നേ വരെ അത്തരം ഒരു ടാസ്ക് ആരും ഏറ്റെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ ചാർജ് എടുത്ത കാലത്ത് ഞാൻ ഇവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പ്രൊഫസർ മുരളീമാധവൻ അന്ന് ഓർക്കും, അരിയന്തം ചക്രവർത്തി, ഓൾ ഗൈസ്. അന്ന് അരിയന്തം ചക്രവർത്തി, പ്രൊഫസർ അരിയന്തം ചക്രവർത്തി ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ ശങ്കരനെ വിജാതീയ സജാതീയ സ്വഗത ഭേദങ്ങളിലൂടെ കാണണം. വിജാതീയ ഭേദങ്ങൾ എങ്ങനെയാണ്? ബൗദ്ധജൈന മതങ്ങളിൽ നിന്നും ശങ്കരന് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സജാതീയ ന്യായമീമാംസ സാഖ്യ ഭേദങ്ങൾ. അങ്ങനെയാണ് ശങ്കരൻ ന്യായമീമാംസ സാഖ്യ മതങ്ങളിൽ നിന്നും ഭേദം, തൻ്റെ പ്രസ്ഥാനത്തിന് ഭേദം കൽപ്പിക്കുന്നു. അതുപോലെ സജാതീയ വേദാന്തത്തിലെ വിശിഷ്ടാദ്വൈതവും ദ്വൈതവുമായ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള അദ്വൈത മതത്തിന്റെ ഭേദം ഇങ്ങനെ കാണുമ്പോൾ, അതായത് വിജാതീയ സജാതീയ സ്വഗത ഭേദങ്ങളിലൂടെ യഥാർത്ഥത്തിൽ അദ്വൈതത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യതിരേക രൂപത്തിൽ നമ്മൾ അദ്വൈതത്തിനെ നിർവചിക്കുകയാണ്. അദ്വൈതത്തിന്റെ ഏറ്റവും നല്ലൊരു ലക്ഷണമാണ് നമുക്ക് ആ രീതിയിൽ കിട്ടുക എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. 32 വർഷത്തെ വളരെ ചെറിയ കാലയളവ്, 32 വർഷത്തെ ശങ്കരന്റെ ജീവിതത്തിൽ ശങ്കരൻ എന്തു തന്നെ ചെയ്തില്ല എന്ന് വളരെ മനോഹരമായി പ്രൊഫസർ മാധവൻ ഇവിടെ പറയുകയുണ്ടായി. ഹ്യൂജ് ലിറ്ററേച്ചർ, ഭാഷ്യം, പ്രകരണ ഗ്രന്ഥം, സ്തുതിയുടെ 2 അവാന്തര വിഭാഗങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ വളരെ മനോഹരമായി പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്, അതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 4 മഠങ്ങൾ സ്ഥാപിക്കുക. എനിക്ക് ശേഷം പ്രളയമല്ല, പിന്നെയോ ഞാൻ 4 മഠങ്ങൾ സ്ഥാപിക്കുന്നു. ഞാൻ എന്താണോ സ്ഥാപിച്ചത് അത് തുടരണം എന്ന ചിന്തയോടെ വീണ്ടും എങ്ങനെയാണോ ഉപചാര വിധികളൊക്കെ സങ്കല്പിക്കുക, റിലീജിയനേഷൻ, മതസ്ഥാപകാചാര്യ എന്ന് നമ്മൾ പറയും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ലീലാവതി ടീച്ചർ പറയുന്നത് പോലെ, ലീലാവതി ടീച്ചർ ഒരിക്കൽ നാരായണീയക്കാരനെ വന്ദിച്ചപ്പോൾ പറഞ്ഞതാണ്, 2 കൈ ഉള്ളത് കൊണ്ട് 2 കൈ കൊണ്ടും തൊഴുന്നു, 1000 കൈ ഉണ്ടായിരുന്നെങ്കിൽ 1000 കൈ കൊണ്ടും തൊഴാമായിരുന്നു. പട്ടേരിക്ക് 1000 കൈ ആണെങ്കിൽ ശങ്കരൻ എത്ര കൈ വേണ്ടി വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഒരു പ്രകരണ ഗ്രന്ഥം ആയ ദൃഗ്ദൃശ്യ വിവേകമാണ് പഠന വിധേയമാക്കുന്നത്. പ്രകരണ ഗ്രന്ഥങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? പ്രകരണ ഗ്രന്ഥം ഒരു വിഷയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇവിടെ നമ്മുടെ ദൃഗ്ദൃശ്യ വിവേകം എന്നൊരു പ്രകരണ ഗ്രന്ഥമാണ് വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. ഇതില് ഇഴചേർന്ന് കിടക്കുന്ന 2 ഓൺടോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്താണത്? ജീവനും ജഗത്തും. ജഗത്ത്. ജീവൻ എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ, ഒന്നെങ്കിൽ സംസ്കൃതത്തിൽ പറയണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയണം. മലയാളത്തിൽ പറയുമ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ പോയ ആ ജീവനല്ല. ജീവ ജഗത്, 2 ഓൺടോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇതിനെ നമുക്ക് ദൃക് എന്നും ദൃശ്യം എന്നും പറയാം. അപ്പോ ഈ ദൃശ്യത്തിനെ വേർതിരിക്കാനുള്ള ഒരു രീതിശാസ്ത്രം, അതാണ് ഈ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. എൻ്റെ മാസ്റ്റർ പ്രൊഫസർ ആർ ബാലസുബ്രഹ്മണ്യൻ, പ്രൊഫസർ മുരളീമാധവൻ അറിയാം. ആർ ബാലസുബ്രഹ്മണ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിലെ പ്രൊഫസറായിരുന്നു. പിന്നീട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ചിന്റെ ചെയർമാനായി. അദ്ദേഹം നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ, എനിക്കൊന്നും കേസ് രാധാകൃഷ്ണന്റെ കാലത്താണ്, ദ സെൽഫ് ഇസ് ദ സിയർ ഇൻ ദ സെയിൻ, അദ്ദേഹത്തിന് അന്ന് ശ്രീശങ്കര സീനിയർ ഫെലോഷിപ്പ് അവാർഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതോടുകൂടി പിന്നെ നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല ആ ഫെലോഷിപ്പ്. അങ്ങനെ ജൂനിയർ ഫെലോഷിപ്പ് എന്നൊന്നും സീനിയർ ഫെലോഷിപ്പ് ഒന്നും. ആ സീനിയർ ഫെലോഷിപ്പില് അദ്ദേഹത്തിന് ബാക്കി തുകയും കൊടുത്തിട്ടില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എന്തായാലും ദ സെൽഫ് ആസ് ദ സിയർ ആൻഡ് ദ സീൻ എന്ന ഒരു മനോഹരമായ പുസ്തകം, അത് റീപ്രിന്റ് ചെയ്യണമെന്ന് പല
കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നു, ഞാൻ തന്നെ എഴുതി കൊടുത്തു, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ദ സെൽഫ് ആസ് ദ സിയർ ഇൻ ദ സീൻ, ഇതാണ് വിഷയം. ദ സെൽഫ് ആസ് ദ സിയർ, ദൃക്, ആൻഡ് ദ സെൽഫ് ആസ് ദ സീൻ, ദൃശ്യം. അപ്പോ ആർ ബാലസുബ്രഹ്മണ്യൻ പറയുന്നത് ശങ്കരന്റെ ഈ രീതിശാസ്ത്രം, അതാണ് ഈ ടെക്സ്റ്റിലെ പഠന വിഷയം. അത് ഹുസാലിന്റെ ഫിനോമിനോളജിക്കൽ മെത്തേഡുമായി വളരെ സാമ്യമുള്ളത്. ഇത് ഞാൻ അടുത്തിടെ അടയാറിലും ഒരു പ്രസന്റേഷനിൽ ആധുനിക കാലത്തെ വേദാന്തികളെ പറ്റിയിട്ടുള്ള ഒരു പഠന സമയത്ത് ഞാൻ ഇത് അവതരിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഫിനോമിനോളജിയെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്നും ഞാൻ പരിചയപ്പെടുത്താം, വലിയ രീതിയിൽ പോകുന്നില്ല. ഫിനോമിനോളജി 20ാം നൂറ്റാണ്ടിന്റെ ഒരു തത്വചിന്താ പദ്ധതിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് വളരെ വലിയ ശരിയല്ല എങ്കിൽ പോലും അതിന് വേണമെങ്കിൽ നമ്മൾക്ക് പുറകോട്ട് തിരിഞ്ഞ് അതിന്റെ നൂലിഴകൾ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഹുസേൾ, ഹൈഡഗർ, മെർലെപോയിന്റ് എന്നീ 3 പ്രധാന തത്വചിന്തകന്മാരിലൂടെയാണ് ഈ ഫിനോമിനോളജിക്കൽ ഫിലോസഫി. ആക്ച്വലി ഫിനോമിനോളജി ഒരു മെത്തേഡാണ്. അതിനെ ഒരു തത്വചിന്താ പദ്ധതി എന്ന് പറയുന്നതിൽ കൂടുതൽ ശരി അത് ഒരു മെത്തേഡാണ് എന്നുള്ളതാണ്. ഇവിടെ ഹുസേളും ഹൈഡഗറും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം ഹുസേളാണ് കൂടുതൽ ശങ്കരനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചിന്തകൻ. അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ 3 നാഴികക്കല്ലുകളിൽ കൂടി കടന്നു വന്ന ഫിനോമിനോളജിക്കൽ മെത്തേഡ് നിങ്ങൾ ഓർക്കണം. 20ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിലാണ് ഹുസേൾ തന്റെ പ്രശസ്തമായ കൃതികളൊക്കെ ഒന്നാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അക്കാലത്ത് പോസിറ്റിവിസ്റ്റ് മെറ്റഫിസിക്സ് എന്ന ഒരു സയൻസേ അപ്രായോഗികമാണ് എന്ന് പറഞ്ഞ് അതിനെ എഴുതി തള്ളിയ കൂട്ടത്തിലാണ്. ഇന്ന് നമ്മൾ ആരും പോസിറ്റിവിസ്റ്റിനെ വായിക്കുന്നില്ല. A.J. ബർട്രാൻഡ് റസ്സൽ, ഏർലി വിറ്റ്ഗൻസ്റ്റീൻ, ഇവരെ ഒന്നും നമ്മളിന്ന് പഠന വിധേയമാക്കുന്നില്ല. മറിച്ച് മെറ്റഫിസിക്സ് വീണ്ടും അതിൻ്റെ സിംഹാസനത്തിലേക്ക് കടന്നു വന്നത് ഫിനോമിനോളജിക്കൽ മെത്തേഡിൽ കൂടിയാണ്. ഇനി ഞാൻ ടെക്സ്റ്റിലേക്ക് കിടക്കട്ടെ. ദൃഗ്ദൃശ്യ വിവേകത്തിന്റെ മറ്റൊരു പേര് വാക്യസുധ എന്നാണ്. ഡോക്ടർ മൂസ സൂചിപ്പിക്കുകയുണ്ടായി. സാമ്പ്രദായികമായി ശങ്കരന്റെ പേരിലാണെങ്കിലും അതിൽ മതഭേദം നിലനിൽക്കുന്നുണ്ട്. ചിലര് അനന്തജ്ഞാനൻ എന്തായാലും അത് ശങ്കരനാണ് അതിന്റെ രചയിതാവ് എന്ന് വാദിക്കുമ്പോൾ നിശ്ചലജ്ഞാനനാണ് അദ്ദേഹത്തിന്റെ വൃത്തി പ്രഭാകരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിദ്യാരണ്യ സ്വാമികളാണ് അതിന്റെ രചയിതാവെന്ന് വാദിക്കുന്നത്. അതുപോലെ ബ്രഹ്മാനന്ദ ഭാരതി ശങ്കരനല്ല, മറിച്ച് ഭാരതീ തീർത്ഥനാണ് ദൃഗ്ദൃശ്യ വിവേകം രചിച്ചത് എന്ന് വാദിക്കുന്നു. ചരിത്രം എന്തോ ആയി കൊണ്ടുപോട്ടെ. ചരിത്രം ഭാരതീയർക്ക് വിഷമമുള്ള ഒരു ഡിസിപ്ലിനാണ്. പല കാരണങ്ങൾക്കുണ്ട്. അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അറിയാം, ഇതിഹാസങ്ങൾ ചരിത്രവുമാണ്, മിത്തുമാണ്. ചരിത്രവും മിത്തും കൂടെ വേർതിരിച്ച് കാണേണ്ട ഒരവസ്ഥ എന്തുകൊണ്ടോ ഭാരതീയന് അതിന്റെ ഒരു ആവശ്യം അവന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ചരിത്രവും മിത്തും ചരിത്രവും കൂടി ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന ഒരവസ്ഥ. എനിക്ക് തോന്നുന്നു അതിൽ ഒരു കാര്യം ഈ മിത്തിലില്ല. അതായത് ലാംഗ്വേജ് ബ്രിങ്സ് ഇൻ ട്രൂത്ത് അലോങ് വിത്ത് ഇറ്റ്. ഭാഷയ്ക്ക് സത്യത്തിനെ കൊണ്ടുവരാനുള്ള ഒരു കഴിവുണ്ട് എന്ന ഒരു തോന്നലാവാം ഒന്ന്. മറ്റൊന്ന്, ചരിത്രം അഥവാ ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി എന്നൊരു സാധനമില്ല. എന്താണ് ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി? ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ ചരിത്രം ഞാനും ശ്രീദേവിയും എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 വിധത്തിലാവും എഴുതുക. അപ്പൊ ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടോ എന്ന് വളരെ ന്യായമായി തന്നെ ഭാരതീയര് സംശയിച്ചിരുന്നതായി നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തില് അധിക നേരം നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും ദൃഗ്ദൃശ്യ വിവേകം ഒരു രീതിശാസ്ത്ര ഗ്രന്ഥമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പലരും ഇതിന് ജ്ഞാനശാസ്ത്ര ഗ്രന്ഥമാണെന്നൊക്കെ പറയുന്നുണ്ട്. ജ്ഞാനശാസ്ത്രവും രീതിശാസ്ത്രവും 2ആയി തന്നെ കാണണമെന്നാണ് എൻ്റെ അപേക്ഷ. എന്താണ് ജ്ഞാനശാസ്ത്രം? ജ്ഞാനശാസ്ത്രം എന്ന് പറഞ്ഞാൽ എപ്പിസ്റ്റമോളജി. പ്രൊഫസർ മാധവൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജ്ഞാനശാസ്ത്രത്തിൽ നമുക്ക് 3 ത്രിപുട്ടി, അതായത് നോവർ, നോൺ ആൻഡ് ദ നോളജ് എന്ന 3 എൻറ്റിറ്റീസ് ഉണ്ട്. എന്നാൽ രീതിശാസ്ത്രം അതല്ല. ജ്ഞാനശാസ്ത്രം രീതിശാസ്ത്രത്തിന്റെ ഒരു അവാന്തര ഭാഗമായി വേണം നാം കാണേണ്ടത്. അപ്പോൾ അദ്വൈത മെത്തേഡിനെ ഒരു
ഫിനോമിനോളജിക്കൽ മെത്തേഡുമായി സാമ്യപ്പെടുത്തി നമ്മൾ അതിനെ ദൃഗ്ദൃശ്യ വിവേകത്തിലൂടെ ആ മെത്തേഡിനെ ഒന്ന് ഡിസേൺ ചെയ്തെടുക്കുക. അതാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. ന്യായമായ ശ്രോതാക്കൾക്കൊരു സംശയം ഉണ്ടാവാം. അദ്വൈത സിദ്ധാന്തം ഒരു വശത്ത്, ഫിനോമിനോളജി മറുവശത്ത്, രണ്ട് സമ്പൂർണമായ സ്വതന്ത്ര തത്വചിന്താ പദ്ധതികളാണെന്നിരിക്കെ എന്തിനാണ് ഞാൻ ഇവയെ താരതമ്യപ്പെടുത്തുന്നത്? അതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? താരതമ്യ പഠനം 80കളിലും 70കളിലും താരതമ്യ പഠനം വളരെ കുടുംബിനി കൊണ്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് നമ്മൾക്ക് കൊളോണിയൽ പൊളിറ്റിക്കലി നമ്മൾ കൊളോണിയൽകാരുടെ കയ്യിൽ നിന്ന് മുക്തി നേടിയെങ്കിലും ആശയപരമായി നമ്മൾ മുക്തി നേടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്തിലെ ശങ്കരനെ ബ്രാഡ്ലിയുമായിട്ടും ഹേഗലുമായിട്ടും എല്ലാ പാശ്ചാത്യ തത്വചിന്തകന്മാരുമായിട്ടും കമ്പയർ ചെയ്തിരുന്നു. കാരണം ഇവരുമായിട്ടൊക്കെ തുല്യപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ സാമ്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ ശങ്കരൻ എന്തോ വിലയില്ലാത്തതുപോലെ നമുക്ക് തോന്നിയിരുന്ന ഒരു കാലഘട്ടം. അത് 70കളിൽ 80കളിൽ 90കളിൽ നമുക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞാനൊന്ന് ഓർക്കുന്നു, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ താരതമ്യ പഠനം പാടില്ല, ഇത് നമ്മളുടെ ഒരു കൊളോണിയൽ ആഫ്റ്റർമാത്താണ് എന്ന് നമ്മളെല്ലാവരും വളരെ സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇനി താരതമ്യ പഠനം പാടില്ല എന്നായി. 2010 ശേഷം, അതൊരു കാലഘട്ടം, 90 മുതൽ 2010 ശേഷം ഈ താരതമ്യ പഠനം വീണ്ടും തിരികെ വന്നു. പക്ഷേ ഇത്തവണ വേറൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ കൊളോണിയൽ ആധിപത്യത്തിൽ നിന്നും മുക്തി നേടി. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. KC ഭട്ടാചാര്യയുടെ സ്വരാജ് ഇൻ ഐഡിയാസ് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ പണ്ട് എഴുതിയതാണ്, അന്ന് നമുക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല. അന്ന് ഭട്ടാചാര്യം പറഞ്ഞത് നമുക്ക് വേണ്ടത് പൊളിറ്റിക്കൽ മുക്തിയല്ല, പിന്നെയോ ഐഡിയോളജിക്കൽ മുക്തിയാണ്. ആ ഐഡിയോളജിക്കൽ മുക്തി നമ്മൾക്ക് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു ഒരു 2010 ഇന്ത്യൻ ഫിലോസോഫിക്കൽ കമ്മ്യൂണിറ്റിക്ക് തോന്നിക്കാണും. അതുകൊണ്ട് വളരെ സ്വതന്ത്രമായി ഇന്ന് നോക്കൂ, യാതൊരു അറപ്പും കൂടാതെ ഹുസൈനെയും ശങ്കരനെയും അടുത്തടുത്ത് വെച്ച് പരിശോധിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, എൻ്റെ മാസ്റ്ററിനും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് നമ്മൾക്കറിയാം, ശങ്കരനെ കൂടുതൽ പ്രസിദ്ധനാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഹുസൈനുമായി ശങ്കരനെ താരതമ്യപ്പെടുത്തി. അപ്പൊ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ താരതമ്യ പഠനം ചെയ്യുക? 2 തരത്തിൽ നമുക്ക് താരതമ്യ പഠനം ചെയ്യാം. ഒന്നിന്റെ പ്രകാശം കൊണ്ട് മറ്റൊന്ന് കൂടുതൽ പ്രകാശിതമാകുമ്പോൾ, കൂടുതൽ വെളിവാകുമ്പോൾ. ഇവിടെ അദ്വൈതവും ഫിനോമിനോളജിക്കൽ മെത്തേഡും കൂടെ ജക്സ്റ്റപോസ് ചെയ്യുന്നത് വഴി നമുക്ക് 2 നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, അദ്വൈതത്തിന്റെ ആ മെത്തേഡ് അത് ഫിനോമിനോളജിക്കൽ മെത്തേഡിൽ കൂടി കുറച്ചുകൂടെ സ്പഷ്ടമാകുന്നുണ്ട്. അതുപോലെ ശങ്കരന്റെ പ്രാഗ്മാറ്റിക് ഓറിയന്റേഷൻ, എങ്ങനെയാണ് സെൽഫിനെ ദൃശ്യത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുക എന്നതിന്റെ മെത്തേഡിനെ പറ്റി യഥാർത്ഥത്തിൽ ഹുസൈനിന് വലിയ പിടിയൊന്നുമില്ല. അവിടെ ശങ്കരനാണ് ഒരു മുൻതൂക്കമുള്ളത്. എന്താണ് ചെയ്യേണ്ടതെന്ന് ശങ്കരനാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഹുസൈനിന് അറിയില്ല. അങ്ങനെ ഈ പരസ്പര സാന്നിധ്യം കൊണ്ട് ഒന്നിന്റെ പ്രകാശം മറ്റൊന്നിലേക്ക് ചൊരിയപ്പെടുന്ന ഒരു അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാവണം പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ ഇവയെ കമ്പയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകരണ ഗ്രന്ഥങ്ങളുടെ തുടക്കം എപ്പോഴും ഭാഷ്യത്തിൽ നിന്നാവണം. അദ്ദേഹം പറഞ്ഞതുപോലെ ഭാഷ്യത്തിലാണ് ന്യായപ്രസ്ഥാനം. അപ്പോൾ ദൃഗ്ദൃശ്യ വിവേകത്തിലേക്ക് കടക്കാൻ ശങ്കരന്റെ ബൃഹദാരണ്യകോപനിഷത്ത് ഭാഷ്യം ആശ്രയിക്കേണ്ടതുണ്ട്. പ്രസിദ്ധമായ മന്ത്രം ആത്മവാരേ ദ്രഷ്ടവ്യോ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ഇവിടെ ദ്രഷ്ടവ്യ, ആത്മവാരേ ദ്രഷ്ടവ്യ എന്ന ഒരു ഭാഗമുണ്ട്. എന്താണ് ഈ ദ്രഷ്ടവ്യം? ദ്രഷ്ടവ്യത്തിന് ഒരു ജെറുൻഡേറ്റീവ് സെൻസ് ഉണ്ടെന്ന് പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ പറയുന്നു. അതിനകത്തൊരു കമ്പൽഷൻ ഉണ്ട്, അത് അനലൈസ് ചെയ്തേ മതിയാവൂ എന്ന ഒരു അവസ്ഥ. ലൗകിക വ്യവഹാരങ്ങളെ ഒന്നും, ലൗകിക വസ്തുക്കളുടെ വിശകലനത്തെ ഒന്നും ശങ്കരൻ ഒഴിവാക്കുന്നില്ല. എന്നാൽ എടുത്തു പറയുന്ന ഒരു കാര്യം ആത്മബ്രഹ്മ, ആത്മ/ബ്രഹ്മ രണ്ടും ഒന്നാണ്, അത് സിനോണിംസ് ആണ്. അപ്പൊ ആത്മൻ അഥവാ ബ്രഹ്മന്റെ വിശകലനത്തിന് മറ്റതിനെ അപേക്ഷിച്ച് ഒരു അനിവാര്യതയുണ്ട്. അതാണ് ഈ ജെറുൻഡേറ്റീവ് സെൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ ലൗകിക വസ്തുക്കളെ എത്ര കണ്ട് തന്നെ നമ്മൾ അപഗ്രഥിച്ചാലും തതക്കും എന്നൊരു ചോദ്യം നമ്മൾ എപ്പോഴും അവശേഷിപ്പിക്കുന്നു. കാരണം എന്താണ്? അതിനൊരു സമ്പൂർണതയില്ല. അതിനെ
അത് എത്ര കണ്ട് തന്നെ നമ്മൾ വിശകലനം ചെയ്താലും, ഞാൻ ഈ ഗ്ലാസിനെ വിശകലനം ചെയ്തു, അത് കഴിഞ്ഞ് എൻ്റെ പേഴ്സണെ, അത് കഴിഞ്ഞ് അതിൻ്റെ ഫ്ലാസ്കിനെ, ഗോസ് ഓൺ. ആൻഡ് വി ആർ നോട്ട് ഹാപ്പി. നമ്മൾക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അതുകൊണ്ട് ശരീരം സ്വരൂപം തതക്കിം, ശരീരം സ്വരൂപം തഥാവാകളത്രം, യശശ്ച സചിത്രം, ധനം മേരുതുല്യം, മനസ്ഥേന്നലഗ്നം, ഗുരുരഘ്രിപത്മേ തതക്കിം തതക്കിം. സോ ഇത് വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകം അദ്ദേഹത്തിന്റെ. അപ്പോ ഈ അനുഭവത്തിൽ നിന്നാണ്, ഇത് നമ്മളുടെ എല്ലാവരുടെയും അനുഭവമാണ്. അതായത് നമ്മൾ ലൗകിക വസ്തുക്കളുടെ അപഗ്രഥനത്തിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ. അങ്ങനെ അപൂർണമായ ഭൗതിക വസ്തുക്കളിൽ നിന്ന് അതീന്ദ്രിയവും പൂർണവും ആയ ഒന്നിന്റെ അന്വേഷണത്തിലേക്കാണ് നമ്മൾ ശങ്കരൻ കൈപിടിച്ച് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ജ്ഞാനവും ഓരോ ആത്മാന്വേഷണമാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഞാൻ ഈ ഗ്ലാസിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഗ്ലാസ്സിലല്ല എൻ്റെ യഥാർത്ഥ താല്പര്യം, പിന്നെയോ ഗ്ലാസിനോടൊപ്പം പ്രകാശിതമാകുന്ന ആത്മാവിലാണ് എൻ്റെ താല്പര്യം. പക്ഷെ അത് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. കാരണം അജ്ഞാനം മൂലമായതുകൊണ്ട് ഇവിടെ ആത്മാവ് വ്യക്തമാകുന്നില്ല. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് നമ്മളുടെ ഫോക്കസ് ഗ്ലാസ് ആണെന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഫോക്കസ് ഗ്ലാസ് അല്ല, അതിന്റെ കൂട്ടത്തിൽ പ്രകാശിതമാകുന്ന നമ്മളുടെ ആത്മാവാണ്. മുണ്ടകോപനിഷത്തില് അങ്കിരസ് ശൗനകന്റെ സംഭാഷണത്തില് ദ്വേ വിദ്യേ വേദിതവ്യേ പരാപര. അപ്പൊ ഇതിനകത്ത് അപര എന്ന് പറയുന്നത് 4 ശാസ്ത്രങ്ങൾ, വേദാംഗങ്ങൾ എല്ലാം ഉൾപ്പെടുത്തും. എന്നാൽ പര എന്നതുകൊണ്ട് നമ്മൾ ആത്മാവിനെ, അഥവാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മൻ / ബ്രഹ്മൻ, അതാണ് നാം ഉദ്ദേശിക്കുന്നത്. പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ ലൗകിക വസ്തുക്കളുടെ അപഗ്രഥനത്തിനെ ഓർഡിനറി എന്നും മറ്റത് എക്സ്ട്രാ ഓർഡിനറി എന്നും പറയും. അപ്പൊ രണ്ടും വേണം. യഥാർത്ഥത്തില് ശങ്കരൻ ലൗകിക വസ്തുക്കളുടെ അപഗ്രഥനത്തിൽ കൂടെ തന്നെയാണ് അലൗകികമായ അതീന്ദ്രിയമായ ആത്മാവിലേക്ക് എത്തിച്ചേരുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇനി നമുക്ക് ശരി ആത്മാന്വേഷണം തുടങ്ങാം എന്നല്ല. ഒന്നിന്റെ അപൂർണതയെ പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അതിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള യാത്ര എന്ന് ചുരുക്കം. സുഹൃത്തുക്കളെ, ഏതൊരു അന്വേഷണത്തിലും നമുക്ക് 2 എൻറ്റിറ്റീസ് ഉണ്ടാവും. ഒന്ന് അന്വേഷണ വസ്തു, മറ്റൊന്ന് അന്വേഷകൻ. ആരാണ് അന്വേഷിക്കുന്നത്, മറ്റൊന്ന് എന്താണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ സെൽഫ് എൻക്വയറിയിൽ ഒന്ന് മനസ്സിലായി നമ്മൾക്ക്. നമ്മൾ ഈ സെൽഫ് എൻക്വയറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൗകിക വ്യവഹാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ എന്താണ് നമ്മളുടെ ഈ ജ്ഞാന വ്യവഹാരത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ശങ്കരൻ ദൃഗ്ദൃശ്യ വിവേകത്തിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജ്ഞാന വ്യവഹാരത്തിൽ അന്വേഷണ വസ്തു the entire world conditioned by space, time and causality. സ്പേസ് ടൈം കോസാലിറ്റിയാൽ കണ്ടീഷൻഡ് ആകുന്ന പൂർണ്ണമായ ലോകം, അതാണ് ഇവിടെ എൻക്വയർഡ് ഓബ്ജക്റ്റ്. ആരാണ് ഇൻക്വയറർ? ഇൻക്വയറർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഓൺചലോജിക്കൽ എൻറ്റിറ്റിയാണ്. അതാണ് ജീവൻ. ഇനി എന്താണ് ജീവന്റെ ലക്ഷണം, ജീവന്റെ സ്വഭാവം എന്താണ്? ജീവൻ ജ്ഞാന കർമ്മ അധികാരി. ശങ്കരൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജ്ഞാനകർമ്മ അധികാരിയായ ജീവന് മാത്രം. അതിനു വേണ്ടിയിട്ടാണ് ശങ്കരൻ ഈ ഫിലോസഫി മുഴുവൻ എഴുതുന്നത്. അവന് മാത്രം പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കോഗ്നിഷൻ, വൊല്യൂഷൻ, ഈ 2 ഫാക്കൽറ്റിയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ഫിലോസഫി കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന് സാരം. ബാലസുബ്രഹ്മണ്യൻ പറയുന്നുണ്ട്, ഏത് തത്വചിന്താ പദ്ധതിയിലും ഈ ജീവന്റെയും ജഗത്തിന്റെയും സ്വഭാവം മറ്റൊന്ന്, അതിലും പ്രധാനം, ഇത് എങ്ങനെ രണ്ടും ഇഴ ചേർന്ന് കിടക്കും. ഇനി പറയാൻ പോകുന്നത് പോലെ ജീവനെ ജഗത്തിൽ നിന്ന് ഭിന്നമായോ ജഗത്തിനെ ജീവനിൽ നിന്ന് ഭിന്നമായോ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്താണ് ജീവൻ? എങ്ങനെയാണ് ഇത് ശുദ്ധ ചൈതന്യത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇവിടെയാണ് നമ്മൾക്ക് ഈ ഫിനോമിനോളജിക്കൽ ഇന്റർവെൻഷൻ ഗുണം ചെയ്യാൻ പോകുന്നത്. ജീവനെ നമുക്ക് പ്രതിഭാസ വിജ്ഞാന ഫിനോമിനോളജിയുടെ ഒരു ടെർമിനോളജി കടമെടുത്ത് പറഞ്ഞാൽ ജീവൻ എന്നത് എൻവേൾഡഡ് സബ്ജക്ടിവിറ്റിയാണ്. എന്താണ് എൻവേൾഡഡ് സബ്ജക്ടിവിറ്റി? ലോകപരിവൃഢ കർത്തൃത്വം. ഞാൻ ഉണ്ടാക്കിയ പദമാണ് ലോകപരിവൃഢ കർത്തൃത്വം. ലോകത്താൽ ചുറ്റപ്പെട്ട ഒരു കർത്തൃത്വം, ലോകപരിവൃഢ കർത്തൃത്വം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അപ്പൊ ശങ്കരന്റെ ഈ ഹോൾ ഫിനോമിനോളജിക്കൽ എൻഡീവർ ഈ ജീവനെ കേന്ദ്രീകരിച്ചാണ്. ആത്മാവിന്റെ ലക്ഷണം വളരെ എളുപ്പമാണ്, അത് ശുദ്ധ ചൈതന്യം, അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ ഈ ജീവന്റെ സങ്കീർണമായ
ഓൺടോളജിക്കൽ സ്റ്റേറ്റസ്. അതിനു വേണ്ടിയിട്ടാണ് ശങ്കരൻ തൻ്റെ മുഴുവൻ സമയവും ചെലവാക്കുന്നത്. അപ്പോൾ പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ ജീവ ഇൻ ദി വേൾഡ് എന്നാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ജീവ ഹൈഫൺ ഇൻ ഹൈഫൺ ദി ഹൈഫൺ വേൾഡ്. ജീവ ഇൻ ദ വേൾഡ്. എന്തുകൊണ്ടാണ് ഈ ഹൈഫണേറ്റഡ് ആയിട്ട് ഇതിനെ പറയുന്നത്? കാരണം ജീവനെ ജഗത്തിൽ നിന്നും ഭിന്നമായി കാണാൻ പറ്റില്ല. തിരിച്ചു വേൾഡിനെ, ജഗത്തിനെ ജീവനിൽ നിന്ന് ഭിന്നമാക്കി കാണാൻ പറ്റില്ല. ഹൈഡഗർ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബീയിങ് ആൻഡ് ടൈം. ജീവനെയും ജഗത്തിനെയും ഭിന്നമായി നമുക്ക് വിവക്ഷിക്കാനാവില്ല. കാരണം അവ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന രണ്ട് ഓൺടോളജിക്കൽ എൻറ്റിറ്റിയാണ്. ജീവനെ നിർവചിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്താണ്? അത് ജഗത്തിന്റെ ജ്ഞാന വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ഒന്ന് എന്തോ അതാണ് ജീവൻ. ഇനി ജഗത്തിനെയോ ജീവനാൽ ജ്ഞാതമാകുന്ന എന്തോ അതാണ് ജഗത്ത്. ഇപ്പൊ മനസ്സിലായോ? ജീവനെയും ജഗത്തിനെയും നിർവചിക്കാൻ നമുക്ക് മറ്റതിൻ്റെ സഹായം ആവശ്യമായി വരുന്നു. ഇവിടെ ജീവന അനുഭവവേദ്യമാകുന്ന ജഗത്ത് ജീവന്റെ തന്നെ സൃഷ്ടിയാണ്. നാഗാർജുനൻ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ കാരികയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ അജ്ഞാന രൂപിയായ കോൺഷ്യസ്നസ് ജഗത്തിനെ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഒരു എന്താ പറയുക, മജീഷ്യൻ എങ്ങനെയാണോ സൃഷ്ടിക്കുന്നത് അതുപോലെ ജഗത്തിനെ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നത്. അത് തന്നെയാണ് ശങ്കരനും പറയുന്നത്. സോ ജഗത്തിനെ സൃഷ്ടിക്കുന്നത് എന്തോ അത് ജീവൻ, ജീവനാൽ അനുഭവിക്കപ്പെടുന്നത് എന്തോ അത് ജഗത്ത്. സത്യത്തിൽ ജഗത്തിന്റെ നിർവചനം, ലക്ഷണം അത് മാത്രമാണ്. ജീവനാൽ അനുഭവിക്കപ്പെടുന്നത് എന്തോ അതാണ് ജഗത്ത്. അതാണ് ജഗത്തിന്റെ അസ്തിത്വം. വേണ്ട ഫാൻ വേണ്ട. അതുകൊണ്ട് ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർതിരിച്ച് കാണാനാവില്ല. ഈ കെട്ടുപിണയൽ കാരണം നമ്മൾ ഇതിനെ ഒരൊറ്റ ഓൺടോളജിക്കൽ എൻറ്റിറ്റി ആയിട്ട് വേണം കാണാൻ. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഹൈഫനേറ്റഡ് അവസ്ഥ, ജീവ ഇൻ ദ വേൾഡ്. ജീവോധിഷ്ഠ ചിതാഭാസം എന്ന ഒറ്റ ശ്ലോകത്തില് ശങ്കരൻ ജീവനെയും ജഗത്തിനെയും ഒരുമിച്ച് ഒറ്റയടിക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ തുടർന്നും ശ്ലോകത്തിലേക്ക് വരാം. ജീവ ഇൻ ദ വേൾഡ്, അതുപോലെ സെൽഫ് ഇൻ ദ ബോഡി. ഈ ശരീരവും ജഗത്തും ഒരേ സ്വഭാവമുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് മാക്രോ, മറ്റൊന്ന് മൈക്രോ. എന്തൊക്കെയാണോ യഥാ ബ്രഹ്മാണ്ഡ തഥാ പിണ്ഡാണ്ഡി, എന്താണ് ശരീരത്തിലുള്ളത് അത് തന്നെയാണ് ജഗത്തിലും ഉള്ളത്. അപ്പോൾ ജീവൻ എങ്ങനെയാണോ ജഗത്തിൽ വ്യാപരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ സെൽഫ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു പക്ഷെ ജ്ഞാതമാണ് എല്ലാവർക്കും. ഇവിടെ കൊണ്ട് ജീവന്റെ സങ്കീർണാവസ്ഥ തീരുന്നുമില്ല. ജീവന് രണ്ട് മാനങ്ങളുണ്ടെന്ന് ശങ്കരൻ ഈ കൃതിയിൽ പറയുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ദൃക്ക്, മറ്റൊന്ന് ദൃശ്യവും. ഇത് രണ്ടും കൂടി ഇഴചേർന്ന് കിടക്കുകയാണ്. ദൃക്കും ദൃശ്യവും പരസ്പരം ചേർന്ന് പാലും വെള്ളവും പോലെ വേർതിരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. അഥവാ ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യ സംഘാതമാണ് എന്ന് പറയാം. ഒന്ന് ശുദ്ധ ദൃക്ക് എന്ന നിലയിൽ അത് ശുദ്ധ ചൈതന്യാവസ്ഥയും മറ്റേത് ലോക പരിവൃഢ കർത്തൃത്വം. അപ്പോൾ ഇതിൽ രണ്ടാമത്തത് എൻവേൾഡഡ് സബ്ജക്റ്റിവിറ്റി അഥവാ ലോക പരിവൃഢ കർത്തൃത്വം, അതാണ് ബാഹ്യ അന്ധകരണങ്ങളിലൂടെ ലോക സൃഷ്ടി നടത്തുന്നത്. ശുദ്ധ ചൈതന്യത്തെ എൻവേൾഡഡ് സബ്ജക്റ്റിവിറ്റിയിൽ നിന്നും വേർതിരിക്കുന്നതാണ് ആദ്യത്തെ 5 ശ്ലോകങ്ങളും. ദൃദൃശ്യ വിവേകത്തിലൂടെ ഞാൻ വളരെ പെട്ടെന്ന് ആ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകാം. രൂപം ദൃശ്യം ലോചനം ദൃക് തദൃശ്യം ദൃക്തു മാനസം ദൃശ്യാധി വൃത്തയ സാക്ഷി ദൃഗേവ നതു ദൃശ്യതേ. രൂപം ദൃശ്യം ലോചനം ദൃക്, അതായത് അദ്ദേഹം പതുക്കെ പതുക്കെ വസ്തുവിൽ നിന്ന് എങ്ങനെയാണ് അകത്തേക്ക് പോകേണ്ടതെന്നുള്ള വഴി കാണിച്ചു തരികയാണ്. രൂപം ദൃശ്യമാകുമ്പോൾ ലോചനം ദൃക്കാകുന്നു. എപ്പോഴാണ് ലോചനം ദൃക്ക്? അപ്പോൾ രൂപം ദൃശ്യം. ഇനി എപ്പോഴാണോ ലോചനം ദൃശ്യമാകുന്നത് അപ്പോൾ ആര് ദൃക്കാകുന്നു? മനസ്സ്. ദൃക്തു മാനസ, മനസ്സ് ദൃക്കാകുന്നു. ഇനി മനസ്സിനെ നമ്മൾ ദൃശ്യമാക്കുമ്പോഴോ സാക്ഷി ചൈതന്യം അത് ദൃക്കാകുന്നു. ഇനി ഈ സാക്ഷിയുടെ പ്രത്യേകത എന്താ? ദൃഗേവ നതു ദൃശ്യത, അത് എപ്പോഴും ദൃക്കാണ്, അത് എപ്പോഴും സബ്ജക്ട്. ഇറ്റ് ഇസ് കോൾഡ് സബ്ജക്ട് പാർ എക്സലന്റ്. ഇറ്റ് നെവർ ഗെറ്റ്സ് ഒബ്ജക്ടിഫൈഡ്. ഇങ്ങനെ വസ്തുവിൽ നിന്ന് പുറകിലേക്കുള്ള യാത്രയിലാണ് നാം യഥാർത്ഥത്തിൽ ദൃക്കിനെ
തിരിച്ചറിയുന്നത്. അടുത്ത ശ്ലോകം. നീലവേദ സ്ഥൂല സൂക്ഷ്മ ഹ്രസ്വ ദീർഘാദി വിഭേദത നാനാവിധാനി രൂപാണി പശ്യേത് ലോചനം ഏകധ. ലോചനം പലതും കാണുന്നുണ്ട്, പല ക്വാളിറ്റീസും കാണുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു റെഡ് റൗണ്ട് ബോൾ വച്ചാല് ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ വിവിധങ്ങളായ ഗുണവിശേഷങ്ങളാണ്. റെഡ്നെസ്, റൗണ്ട്നെസ്, സോഫ്റ്റ്നെസ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുക. പിന്നെയോ ഞാൻ ഒരു കോഗ്നിറ്റീവ് ജഡ്ജ്മെന്റ് ആണ് പറയുക. ദിസ് ഈസ് എ റെഡ് റൗണ്ട് ബോൾ. അപ്പൊ ലോചനം അത് അങ്ങനെയാണ് കാണുന്നത്. ഏകഥ, ഒരുമിച്ച് പല ഗുണവിശേഷങ്ങളെ ഒരുമിച്ച് കാണാനുള്ള കഴിവ് ലോചനത്തിനുണ്ട്. ഇതുപോലെ തന്നെ ആദ്യമാദ്യ പടുത്വേഷു നേത്രധർമ്മേഷു ചൈകഥ സങ്കല്പയേത് മനഃശ്രോത്രത്വഗാദൗ യോജിതാമിതം. ഇതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് ഉള്ള പല അവസ്ഥാവിശേഷങ്ങൾ, ആദ്യം, മാന്ദ്യം, പടുത്വം, ലോചനത്തിനെ അപേക്ഷിച്ച്. അപ്പോൾ ലോചനത്തിലുള്ള ഈ വിവിധങ്ങളായ ഗുണവിശേഷങ്ങളെ മനസ്സ് ഒരുമിച്ച് കാണുന്നു. സങ്കല്പയെ ഒരുമിച്ചാണ് കാണുന്നത്. ലോചനം പോലെ തന്നെ മറ്റു ഇന്ദ്രിയങ്ങളും. ഇനി മനസ്സിന്റെ പലവിധ സ്വഭാവ വിശേഷങ്ങളെ എങ്ങനെയാണ് സാക്ഷി ചൈതന്യം ചിത്തിയില് ഒരുമിച്ച് കാണപ്പെടുന്നത്? കാമസങ്കല്പ സന്ദേഹോ ശ്രദ്ധാശ്രദ്ധേ ധൃതീതരേ ഹ്രീ ധീ ഭീ ഇത്യേവമാദീൻ ഭാസയെ ഏകധാചിതി. ഒരുമിച്ച് ഒന്നായിട്ട് പല മനസ്സിന്റെ അവസ്ഥാന്തരങ്ങളെ, കാമ, സങ്കല്പ, സന്ദേഹ, ഇതിനെയൊക്കെ ഒരുമിച്ച് ചിതിയില് കാണപ്പെടുന്നു. ഇനിയോ ഈ ചിതി ഇതിന്റെ സ്വഭാവം എന്താണ്? നോ ഉദേതി ന അസ്തമേത്യേഷ ന വൃദ്ധ്യം യാതി ന ക്ഷയം സ്വയം വിഭാദ്യഥ അന്യാനി. സ്വയം വിഭാതി ഏവമേവ അന്യാനി ച വിഭാതേ ഭാസേത് സാധനം വിന. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വരി അവസാനം വായിച്ച വരി. ഭാസയേത് സാധനം വിന, സാധനം വിന ഭാസയേത്. ഇതാണ് ചിത്തിന്റെ ഒരു പ്രധാന സവിശേഷത. സാധനം വിന, ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ. അതായത് കോൺഷ്യസ്നെസ് ഇന്റൻഷണൽ അല്ലാന്നർത്ഥം. ഫിനോമിനോളജിയിൽ പ്രത്യേകിച്ച് ഹൈഡഗർ അവര് കോൺഷ്യസ്നെസ്സിനെ എപ്പോഴും ഇന്റൻഷണൽ ആയിട്ടാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇന്റൻഷനാലിറ്റി? അതായത് ഡയറക്റ്റഡ്നെസ്. എന്റെ കോൺഷ്യസ്നെസ്സിന് ഒരു സാധനം ഇല്ല. ഇറ്റ് ഈസ് ഓൾവേസ് മൈ കോൺഷ്യസ്നെസ് ഓഫ് ദിസ് ഫ്ലയർ. മനസ്സിലാകുന്നുണ്ടോ? അതായത് എന്റെ കോൺഷ്യസ്നെസ് പറഞ്ഞിട്ടും സാധനം ഇല്ല. ഇറ്റ് ഈസ് മൈ കോൺഷ്യസ്നെസ് ഓഫ് ദ ഫ്ലയർ, ഇറ്റ് ഈസ് മൈ കോൺഷ്യസ്നെസ് ഓഫ് ദീസ് ബുക്സ്, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അപ്പോൾ കോൺഷ്യസ്നെസ് എപ്പോഴും ഇന്റൻഷനലാണ്, വസ്തുഅധിഷ്ഠിതമാണ് എന്ന് സാരം. എന്നാൽ ശങ്കരൻ അതിൽ നിന്ന് ഭിന്നനായി പറയുന്നു, ഭാസയെ സാധനം വിന. അവിടെ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലാതെ പ്യുവർ കോൺഷ്യസ്നെസ് ഭാസതേ. മറ്റൊന്നിനും സ്വയം പ്രകാശിക്കാനാവില്ല. ഇതിനൊക്കെ പരാശ്രയം വേണ്ടിവരും. ഒന്നിനു മാത്രമേ പരാശ്രയം വേണ്ടാതുള്ളൂ. എന്താണത്? ചന്ദ്രൻ എങ്ങനെയാണോ സൂര്യപ്രകാശം കടമെടുത്ത് പ്രകാശിക്കുന്നത്, നമുക്ക് തോന്നും ചന്ദ്രൻ പ്രകാശിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് തോന്നും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും പ്രകാശിക്കുന്നു. എന്നാൽ പ്രകാശിക്കുന്ന ഒന്നേ ഉള്ളൂ, അതാണ് ചൈതന്യം. മറ്റൊക്കെ തന്നെ ഈ ചിത്തിന്റെ പ്രകാശം കടമെടുത്ത് പ്രകാശിക്കുന്നതാണ് എന്ന് സാരം. അങ്ങനെ ഈ ചിത്തിനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു ട്രാൻസെൻഡന്റൽ സബ്ജക്റ്റിവിറ്റിയായി മാറുന്നു. മാണ്ഡുക്യോപനിഷത്തിന്റെ 7ാം മന്ത്രം വളരെ മനോഹരമായി കോൺഷ്യസ്നെസ്സിനെ പറ്റി എന്തെല്ലാം ഇനി പറയാം, ഇതുവരെ ജനിച്ചിട്ടില്ല ഇനി വരെ ജനിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇനി കോൺഷ്യസ്നെസ്സിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല എന്നുള്ള മട്ടില് ആ മന്ത്രത്തില് വളരെ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മാസ്റ്റർ അത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രോമകൂപങ്ങളൊക്കെ എണീറ്റുണ്ട്. ഞാൻ പറഞ്ഞ ആർക്കും അങ്ങനെയൊന്നും തോന്നിയില്ല, അതുകൊണ്ട് പറയുന്നില്ല. പ്രൊഫസർ ആർ ബാലസുബ്രഹ്മണ്യൻ അദ്ദേഹം എഡ്മണ്ട് ഹുസേളിന്റെ ഫിനോമിനോളജിക്കൽ മെത്തേഡിനും അദ്വൈത മെത്തേഡിനും തമ്മിലുള്ള സാമ്യം വളരെ മനോഹരമായി വരച്ച് കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഹുസേള് 20ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തില് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനാണ്. അദ്ദേഹത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ഫിനോമിനോളജിക്കൽ മെത്തേഡ് അദ്ദേഹം ദൃഗ്ദൃശ്യ വിവേകത്തിന് കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഹുസേള് ഹി സ്പീക്സ് അബൌട്ട് എ ട്രാൻസെൻഡന്റൽ ഈഗോ. ഹുസേള് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: ഈഗോ ഈസ് എൻ എപ്രിയോറി കണ്ടീഷൻ. എല്ലാത്തിനും മുൻപേ വരുന്ന ഒരു എപ്രിയോറി കണ്ടീഷനാണ് നമ്മളുടെ ട്രാൻസെൻഡന്റൽ ഈഗോ. ഈ ട്രാൻസെൻഡന്റൽ ഈഗോയെ പറ്റി നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഒരാൾ നൃത്തം ചവിട്ടുകയാണെന്ന് വയ്ക്കുക. നൃത്തം ചവിട്ടുകയാണ് എന്ന് വരുമ്പോൾ
സ്റ്റേജ് അതിന്റെ ഒരു കണ്ടീഷനായി മാറുകയാണ്. അത് സ്റ്റേജിനെ പറ്റി നർത്തകി ഒരിക്കലും ചിന്തിക്കാറില്ല എങ്കിലും സ്റ്റേജ് ഇല്ലാണ്ട് നൃത്തം ഉണ്ടാവില്ല. ഈ ഹുസേർലിയൻ ട്രാൻസെൻഡന്റ് ഈഗോയുടെ വിത്തുകൾ നമുക്ക് ഇമ്മാനുവൽ കാന്റിൽ കാണാം. ഇമ്മാനുവൽ കാന്റ് പറയാറുണ്ട്, പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ആത്മാന്വേഷണം നടത്തിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു വെച്ചത് നമുക്കൊരിക്കലും സെൽഫിനെ അറിയാൻ സാധിക്കില്ല. കാരണം എന്താ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ അറിവിന്റെ ഒരു നിബന്ധനയാണ്. എനിക്ക് എന്തറിയണമെങ്കിലും അതിന്റെ ഒരു നിബന്ധനയായിട്ട്, ഉദാഹരണത്തിന് പവർ. ഇപ്പൊ നമുക്ക് പവർ പോകുമ്പോഴാണ് നമ്മൾ പവറിനെ പറ്റി ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ദാറ്റ് എവറിത്തിങ് ഇസ് ഫൈൻ. പവർ പോകുമ്പോൾ ദെൻ യു റിയലൈസ് ഇറ്റ്. അതുപോലെ ഭൂമി എർത്ത് ക്വേക്ക് വരുമ്പോഴാണ് നമ്മൾ ഭൂമിയെ പറ്റി ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ഭൂമി സർവ്വസാധാരണമായി പെരുമാറുമ്പോൾ നമ്മൾ ഭൂമിയെ പറ്റി ചിന്തിക്കാറില്ല. അപ്പോ ഹുസേൾ ഇമ്മാനുവൽ കാന്റ് പറഞ്ഞതിൽ നിന്നും ഒരു പടി കൂടി കടന്ന് ലോകം തന്നെ ശങ്കരൻ പറഞ്ഞതുപോലെ, അഥവാ നാഗാർജുനൻ പറഞ്ഞതുപോലെ കോൺഷ്യസ്നെസ്സിന്റെ ചേതനയുടെ സൃഷ്ടിയാണ് എന്ന് വാദിക്കുന്നു. ഇവിടെ അദ്ദേഹം ബീയിങ്, ചെറിയ ബി കൊണ്ട് ബീയിങ് എന്നും വലിയ ബിയിലെ ബീയിങ് എന്ന് രണ്ട് തരത്തിലുള്ള ബീയിങ്ങിനെ പറ്റിയിട്ട് ഹുസേൾ പറയുന്നുണ്ട്. ഇവിടെ ബീയിങ്ങിന്റെയും ലോകത്തിന്റെയും പരസ്പര ആശ്രയത്വം അദ്ദേഹം അദ്വൈതത്തിലെ പോലെ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഹുസേൾ രണ്ട് തരത്തിലുള്ള ലൗകിക അനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. അതില് ഇപ്പോ വെൻ ഐ സീ ദിസ്, ഈ ഫ്ലയർ ഞാൻ കാണുമ്പോൾ ഇതിനകത്ത് രണ്ട് പോൾ ഉണ്ടെന്ന് പറയുക. ഒന്ന് സബ്ജക്റ്റീവ് പോളും മറ്റൊന്ന് ഒബ്ജക്റ്റീവ് പോളും. ഈ സബ്ജക്റ്റീവ് പോളിനെ അദ്ദേഹം നോയസസ് എന്ന് പറയുന്നു, ഒബ്ജക്റ്റീവ് പോളിനെ നോയറ്റിക് എന്നും പറയുന്നു. അതായത് കോൺഷ്യസ്നെസ്സിന്റെ ഒരു പ്രവാഹത്തിലൂടെയാണ് ഈ കോഗ്നിറ്റീവ് ഈവന്റ് നടക്കുന്നത്. ഈ കോഗ്നിറ്റീവ് ഈവന്റിൽ കൂടെ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഷ്യസ്നെസ് നിർവചിക്കപ്പെടുന്നത്. ശങ്കരൻ പറയുന്നത് വളരെ ഭിന്നമല്ല. ജീവന്റെ കാര്യത്തിലാണെങ്കിൽ, എംപിരിക്കൽ സെൽഫിനെ പറ്റിയിട്ടാണെങ്കിൽ ശങ്കരൻ പറയുന്നത് ഇത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാല് നോയസസ് കണ്ടന്റിനെ അഥവാ സബ്ജക്റ്റീവ് പോളിനെ ഒബ്ജക്റ്റീവ് പോളായ നോയറ്റിക് കണ്ടന്റിൽ നിന്നും ബ്രാക്കറ്റ് ചെയ്തെടുക്കുക എന്നുള്ള പദ്ധതിയാണ് ഫിനോമെനോളജിക്കൽ മെത്തേഡ്. ഇതേ പദ്ധതി തന്നെയാണ് ശങ്കരനും പറഞ്ഞു വെക്കുന്നത്. ഇവിടെ രസകരമായ കാര്യം, ഹുസേളും ശങ്കരനെ പോലെ രണ്ട് തരത്തിലുള്ള അവരെ ഈഗോ എന്ന് പറയുന്നത് നമ്മളുടെ അഹങ്കാരമല്ല കേട്ടോ. ഈഗോ എന്ന് പറഞ്ഞാൽ അവർക്ക് സെൽഫാണ്, കോൺഷ്യസ്നെസ്. അപ്പോൾ ഹുസേൾ ശങ്കരനെ പോലെ രണ്ട് തരത്തിലുള്ള ഈഗോയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് എംപിരിക്കൽ ഈഗോയും മറ്റൊന്ന് ട്രാൻസെൻഡന്റൽ ഈഗോ. നമ്മൾ പറയുന്ന ശുദ്ധ ചൈതന്യവും പിന്നെ എന്താ പറയുന്നത് അജ്ഞാനത്താൽ കണ്ടീഷൻഡായ ചൈതന്യവും. ഉപനിഷത്തിലെ ദ്വാസുപർണ, ഭക്ഷിക്കുന്ന പക്ഷിയും പിന്നെ ദ ഓൺലുക്കർ ബേർഡ്, ഈ അവസ്ഥ ഇത് തന്നെയാണ് ഹുസേളും പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ രണ്ട് തരത്തിലുള്ള ഒരു ഫിലോസഫേഴ്സിനെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം വിറ്റ്ഗൻസ്റ്റീൻ നിങ്ങൾക്ക് എത്ര കണ്ട് പരിചിതമാണെന്ന് അറിയില്ല. 20-ാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധത്തിൽ തന്നെ ജീവിച്ച ഒരു പ്രശസ്തനായ പാശ്ചാത്യ തത്വചിന്തകനാണ് വിറ്റ്ഗൻസ്റ്റീൻ. യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടിലെ രണ്ട് ആഗോള തത്വചിന്തകന്മാരെ എടുത്താൽ അതിലൊന്ന് ഹൈഡഗറും മറ്റൊന്ന് വിറ്റ്ഗൻസ്റ്റീനും ആണ് എന്നാണ് പറയുന്നത്. വിറ്റ്ഗൻസ്റ്റീൻ പ്രധാനമായിട്ടും ഒരു അനലിറ്റിക്കൽ ഫിലോസഫറാണെന്ന് നമ്മൾ പറയുമ്പോഴും അദ്ദേഹം വളരെ സമാനമായ ഒരു ചിന്താപദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് ദ ഫിലോസോഫിക്കൽ ഐ? ഈ ഫിലോസോഫിക്കൽ ഐ ശരീരമല്ല, നമ്മളുടെ സൈക്കോളജിക്കൽ സെൽഫുമല്ല, ഇതൊരു ബോർഡറാണ്. നോക്കൂ, പാശ്ചാത്യ തത്വചിന്തന്മാർക്ക് ഒരു ഭയമുണ്ട്. അവരൊരിക്കലും അവർക്ക് മനസ്സുകൊണ്ട് വിചിന്തനം ചെയ്യാൻ സാധ്യമല്ലാത്ത ഒന്നിനെ പറ്റി അവർ പറയില്ല. മനസ്സിലാകുന്നുണ്ടോ? അവർ പറയുന്നത് എന്താണ്? ഇതൊരു ബോർഡറാണ്. അതായത് എൻ്റെ കോഗ്നിറ്റീവ് കപ്പാസിറ്റിയുടെ അതിർവരമ്പാണത്. അവിടെ പോയി ഞാൻ നിന്നാൽ ഞാൻ താഴെ വീണു പോകും, എന്നിട്ട് കൊളാപ്സ്, പിന്നെ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല. ഈ ബോർഡറാണ് ഫിലോസോഫിക്കൽ ഐ എന്ന് ആണ് വിറ്റ്ഗൻസ്റ്റീൻ പറയുന്നത്. ഇനി ശങ്കരൻ എങ്ങനെയാണ് നമുക്ക് ഈ ലോകപരിവൃഢ കർത്തൃത്വത്തിൽ നിന്ന് ശുദ്ധ ചൈതന്യത്തെ വേർതിരിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ജ്ഞാത ജ്ഞേയ ഭിന്നത്വം വളരെ മനോഹരമായിട്ട് സ്മൃതി ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീതയിൽ 13-ാം അധ്യായത്തിലെ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം, എൻ്റെ ഇന്നലെ ഒരു വാക്യാർത്ഥം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീഭാഷ്യം നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രാമാനുജാചാര്യര് വളരെ മനോഹരമായിട്ട്, എത്ര ക്രിയേറ്റീവാണ് നമ്മളുടെ തിങ്കേഴ്സ് എന്നുള്ളതാണ്. അവിടെ ക്ഷേത്രജ്ഞ ഭേദത്തിനെ പറ്റി
രാമാനുജാചാര്യ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ക്ഷേത്രം ശരീരം ഇത് ഭോഗക്ഷേത്രമാണ്. ആ ഭോഗക്ഷേത്രമായ ശരീരത്തിന് ഇപ്പം ഞാൻ അഹം കൃഷ, അഹം ദേവ, അഹം മനുഷ്യ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും റെഫറൻസ് സെൽഫിനാണെന്നിരിക്കെ ശരീരവും കൂടെ റെഫേർഡ് ആകുന്നുണ്ട്. എങ്ങനെയാണ് ഈ ശരീരവും കൂടെ ആത്മാവിൻ്റെ കൂടെ റെഫേർഡ് ആകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ രാമാനുജൻ വളരെ വളരെ ബുദ്ധിപൂർവ്വം, നിങ്ങൾക്ക് വിശിഷ്ടാദ്വൈതം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹം അപൃഥ സിദ്ധി വിശേഷണം ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അതായത് ശരീരവും ആത്മാവും തമ്മിൽ ഗോതൃത്വം എന്നതുപോലെ ഈ ഒരു അപൃഥ സിദ്ധി വിശേഷണം അവ തമ്മിലുണ്ട്. അതുകൊണ്ടാണ് ആത്മാവാണ് റെഫേർഡ് ആണ് എങ്കിലും നമ്മൾ ശരീരവും കൂടെ കൂട്ടത്തിൽ സമാനാധികരണ്യത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് വളരെ അദ്ദേഹത്തിന് അപൃഥ സിദ്ധി വിശേഷണം കൊണ്ട് വേറെയും പ്രയോജനമുണ്ട്. കാരണം ജീവജഗത് സംബന്ധവും ഭഗവാനും തമ്മിലുള്ള വിശിഷ്ടമായ വിശേഷണങ്ങൾ കൊണ്ട് വിശിഷ്ടമായ ഭഗവൻ രൂപം, ഭഗവാന്റെ ശരീരമാണല്ലോ ജീവൻ ജഗത്ത്, അത് അവർ തമ്മിൽ ഒരു അപൃഥ സിദ്ധി വിശേഷണം ഉണ്ടെന്നാണ് രാമാനുജൻ പറയുന്നത്. എന്നാൽ ശങ്കരന് മറ്റൊരു ഉത്തരമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രശസ്തമായ പ്രൊഫസർ മുരളീമാധവൻ സൂചിപ്പിച്ച എന്താണ് അസ്മദ് യുഷ്മദ് ഭേദം. അസ്മദ് യുഷ്മദ് ഭേദം ബൃഹദാരണ്യകോപനിഷത്തിന് വളരെ പ്രശസ്തമായിട്ട് എങ്ങനെയാണ് എപ്പോഴും സബ്ജക്റ്റായ ഈ സെൽഫ് പലപ്പോഴും ഒബ്ജക്റ്റിഫൈഡ് ആകുന്നത് എന്നാണ് ബൃഹദാരണ്യകോപനിഷത്തിലെ ഒരു ചിന്ത. ഈ അസ്മദ് യുഷ്മദ് ഇത് രണ്ടും ഇരുട്ട് പ്രകാശവും പോലെ രണ്ടാണ്. ഒന്ന് ആത്മാ, മറ്റൊന്ന് അനാത്മ. ഇതെങ്ങനെയാണ് കൂടിച്ചേരുന്നത്, എങ്ങനെയാണ് ആത്മാവ് അനാത്മാവുമായിട്ട് സംഗതി ഉണ്ടാകുന്നത് എന്ന ചിന്തയിലാണ് നമ്മൾക്ക് അധ്യാരോപം. ഇവിടെ റോബ് സ്നേക്ക് എക്സാമ്പിളൊക്കെ വളരെ മനോഹരമായി പറയുകയുണ്ടായി. എന്താണ് അധ്യാസമെന്ന് നിങ്ങൾക്കറിയാം. അതസ്മിൻ തദ്ബുദ്ധി. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണോ നമ്മൾ സർപ്പത്വം രജ്ജുവിൽ ആരോപിക്കുന്നത്, അപ്പോൾ ഒരേ സമയം നമ്മൾക്ക് രജ്ജുത്വവുമുണ്ട് സർപ്പത്വമുണ്ട് എന്നുള്ള ഒരു വളരെ യുണീക്കായ ഒരു പ്രതിഭാസം. അതായത് ജീവാവസ്ഥ ഒരേ സമയം പ്രാതിഭാസികവുമാണ് ആധ്യാത്മികവുമാണ് എന്നതാണ്. അപ്പോൾ ഇവിടെ എന്നാൽ എപ്പോഴാണ് ടോർച്ച് തെളിച്ച് നമ്മൾ ഇത് രജ്ജുവാണ് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പം സർപ്പത്വം അതിൽ നിന്ന് നിഷ്കാസിതം ആവുകയാണ്. ഇതുപോലെ തന്നെ ലോകപരിവൃഢരാകയാലാണ് നമ്മൾ ശുദ്ധജ്ഞാതൃ സ്വഭാവത്തിനെ, നമ്മൾ ജ്ഞാതാവ് മാത്രമാണ് എന്ന സ്വഭാവത്തിനെ വിസ്മരിച്ച് ലോകവ്യവഹാരത്തിൽ, അതിന് വളരെ മനോഹരമായി പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ വേൾഡ് ട്രാൻസാക്ഷൻസ്, അതായത് നമ്മൾ ബിസിയാണ്, വി ആർ ബിസി ട്രാൻസാക്ടിങ് വിത്ത് ദ വേൾഡ്. നമ്മളുടെ വിചാരം, നമ്മളുടെ ജോലി തന്നെ ഈ ലോകവുമായിട്ട് ട്രാൻസാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോകത്തിനുമായിട്ടുള്ള ഈ ട്രാൻസാക്ഷനിൽ നിരന്തരം ഏർപ്പെട്ട് ഇങ്ങനെ നമ്മളുടെ സെൽഫിനെ ഒരു ദൃഗ്ദൃശ്യ സംഘാത രൂപമാക്കി വെക്കുന്നു. എന്തുമൂലം? അജ്ഞാനം മൂലം. അങ്ങനെ പ്രിൻസിന്റെ കഥ പറയുന്നത് പോലെ രാജകുമാരൻ, കാട്ടിലാകപ്പെട്ട രാജകുമാരനാണെന്ന് പിന്നീട് മന്ത്രി വന്ന് കൊണ്ടുപോകുന്നത് വഴിയും അവൻ രാജകുമാരൻ തന്നെയായിരുന്നു, അവനത് അറിയില്ല എങ്കിൽ പോലും. എന്നതുപോലെ ഘടാകാശവും മഹാകാശവും തമ്മിലുള്ള അതിൻ്റെ കണ്ടെയ്നർ വ്യത്യാസം കൊണ്ട് നമ്മൾക്ക് പലതരത്തിലുള്ള അനുഭവപ്പെടുന്നു. എന്നാൽ വസ്തുതയിൽ അത് ഒരു ട്രാൻസെൻഡൻ്റൽ ഈഗോ, ഹുസോൾ പറഞ്ഞതുപോലെ ഒരൊറ്റ ട്രാൻസെൻഡൻ്റൽ ഈഗോ മാത്രമേ ഉള്ളൂ. ഞാൻ ഇനി മെത്തേഡും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ചുരുക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ശങ്കരൻ ഇവിടെ പറയുന്ന മെത്തേഡ്? നമ്മൾ ദൃശ്യ വിവേകം ഒരു മെത്തഡോളജിക്കൽ ടെക്സ്റ്റ് ആണെന്ന് പറയുന്നു. ശങ്കരൻ ഇവിടെ ഒരു റിഗറസ് എൻക്വയറി, ഇത് വളരെ റിഗറസ് ആണ്, ഒരു റിഗറസ് എൻക്വയറിയാണ് ശങ്കരൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലോകം എന്നാൽ വസ്തുവല്ല. ഉദാഹരണത്തിന് ഈ ഫ്ലയർ, ഇതൊരു വസ്തുവാണെന്നാണ് നമ്മൾ പറയുക. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു ഫ്ലയർ അല്ല, ഇത് എൻ്റെ ഒരു അനുഭവ വസ്തുവാണ്. ഇവിടെ എനിക്ക് വേദ്യമാകുന്നത് എന്നിൽ നിന്നും ഭിന്നമായ ഒരു വസ്തുവല്ല, പിന്നെയോ ഞാൻ മനസ്സിലാക്കുന്ന ഫ്ലയർ, ഇത് എൻ്റെ ഫ്ലയർ. ഈ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഫ്ലയർ എന്നാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്ന ലോകം വസ്തുക്കളല്ല, പിന്നെയോ വസ്തു അനുഭവമാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. ഹുസേളും ഈ റിഗറസ് ഇൻറ്ററോഗേഷനെ, അതായത് ആത്മാവിലേക്ക് യഥാർത്ഥ ജ്ഞാതാവിനെ
ദൃക്കിനെ ഐസൊലേറ്റ് ചെയ്യാൻ ഒരു റിഗറസ് എൻക്വയറി ഹുസേളും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഹുസേളിൽ നിന്ന് ഭിന്നനായി ശങ്കരൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ശ്രവണ മനന നിധിധ്യാസനത്തിന്റെ കൂടി പ്രാധാന്യം അദ്ദേഹം അടിവരയിടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹുസേളിന് എങ്ങനെയാണ് ഈ സെൽഫ് കോൺടെംപ്ലേഷൻ ചെയ്യേണ്ടതെന്നതിനെ പറ്റി വലിയ ജ്ഞാനമില്ല. ദോ ഇവര് തമ്മിൽ അവരുടെ എൻക്വയറിയും റിഗറസ് എൻക്വയറിയും അവരുടെ പ്രോഗ്രസീവ് ആൻഡ് റിഗ്രസീവ് ജേർണീസ് ഞാനത് ഉടനെ പറയും. ഇത് വളരെ സാമ്യമുള്ളതാണ്. എങ്കിലും ഇത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതിന്റെ പ്രാഗ്മാറ്റിക് ആസ്പെക്ട്സിനെ പറ്റിയിട്ട് ഹുസേളിന് വലിയ പിടിയില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളുടെ രീതിശാസ്ത്രം ഭിന്നമാണ്. അതായത് ത്രിവിധ ദുഃഖങ്ങളാണ് നമ്മളെ തത്വശാസ്ത്രത്തിലേക്ക് നയിക്കുന്നത്. അല്ലാതെ നമ്മളാരും ആം ചെയർ ഊണ് കഴിഞ്ഞിട്ട് ഇനി കുറച്ചു നേരം ഫിലോസഫി ചെയ്യാം, അതല്ല നമ്മളുടെ ഫിലോസഫി. അപ്പോൾ ഇതിനൊരു പ്രാഗ്മാറ്റിക് ഓറിയന്റേഷൻ ഉണ്ട്. ദുഃഖ നിവാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രാക്സിസ് ഓറിയന്റേഷൻ, പ്രയോജന വിചാരം എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു പ്രധാന ഭാഗമാണ്. ഈ പ്രാക്സിസ് ഓറിയന്റേഷനാണ് ഒരു പക്ഷേ ഫിനോമിനോളജിക്ക് അദ്വൈതത്തിൽ നിന്നും കടമെടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിനോമിനോളജിയിൽ എപ്പോഴും കോൺഷ്യസ്നെസ് ഇന്റൻഷനിലാണ്. ദോ ഹുസേൾ ഒരു പ്യുവർ കോൺഷ്യസ്നെസിന്റെ സാധ്യത ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് വലിയ ഒരു വലിയ ഒരു ഉറപ്പില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ, ഉറപ്പില്ലാത്ത കാര്യങ്ങളെ പറ്റി അവർ പറയാൻ വളരെ വിമുഖരാണ്. എന്നാൽ ഇവിടെ നമ്മൾക്ക് അനുഭവം നമ്മൾക്കൊരു മെത്തേഡാണ്. അനുഭവം ഒരിക്കലും ബെസ്റ്റില് ഒരു പ്രമാണമേ അല്ല. അപ്പോൾ ഈ ഇന്റൻഷനലായ കോൺഷ്യസ്നെസ്സിനെ പറ്റിയിട്ടാണ് ഫിനോമിനോളജിയിൽ പറയുന്നത്. അത് വസ്തുനിഷ്ഠമാണ് എന്നിരിക്കെ അദ്വൈതത്തില് ശുദ്ധ ചൈതന്യമാണ് അതിൻ്റെ സ്വരൂപം എന്ന് സംശയലേശമന്യേ ശ്രുതി പ്രമാണങ്ങളെ ഉദ്ധരിച്ച് വളരെ മനോഹരമായി കുടുംബശാസ്ത്രി പറയുകയുണ്ടായി. ശങ്കരൻ എഴുതുമ്പോൾ ശ്രുതിവാക്യങ്ങൾ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് പരസ്പരം മത്സരിക്കുന്ന അദ്ദേഹം പറയണ്ട, വളരെ മനോഹരമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ ഒരു ശ്രുതി വാക്യം മതിയെന്നിരിക്കെ അദ്ദേഹം ഇഷ്ടം പോലെ ശ്രുതി പ്രമാണങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. അതിന് കാരണം ഇതാത്രേ, എന്നെ എടുക്കും, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ സെർവ് ചെയ്യും, ഞാൻ നല്ലൊരു ഉദാഹരണമാവും എന്ന് അവ പരസ്പരം മത്സരിക്കുന്നത് പോലെ നമുക്ക് തോന്നും എന്നാണ്. അങ്ങനെ നമ്മൾ അജ്ഞാന സൃഷ്ടിയാണ്. അപ്പോൾ അദ്വൈതത്തിൽ പറഞ്ഞാൽ ഈ ഇന്റൻഷനാലിറ്റി, വസ്തുനിഷ്ഠത്വം അജ്ഞാന സൃഷ്ടിയാണ്. വൃത്തി എന്ന് പറഞ്ഞാലേ അത് അജ്ഞാന രൂപമാണ്. വൃത്തി ഇല്ലാത്ത ചൈതന്യം, ശുദ്ധ ചൈതന്യത്തിന്റെ സാധ്യതയാണ് നാം കോൺഷ്യസ്നെസ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ അങ്ങനെ ഫങ്ഷണൽ കോൺഷ്യസ്നെസ് എന്താണ്? ഏത് കോൺഷ്യസ്നെസ് ആണ് ലോകത്തിലേക്ക് ചലിക്കുന്നത്? ഫങ്ഷണൽ കോൺഷ്യസ്നെസ്. ഫൗണ്ടേഷണൽ കോൺഷ്യസ്നെസ് എന്താണ്? ശുദ്ധ ചൈതന്യം. ഇതിൽ രണ്ടാമത്തത് റിലേഷണലും ആദ്യത്തത് നോൺ റിലേഷണലുമാണ്. ഇനി എങ്ങനെയാണ് ഈ ജീവൻ ലോകത്തിലേക്ക് മെല്ലെ മെല്ലെ നടന്നെടുക്കുന്നത്? അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ ഒരു പ്രോഗ്രസീവ് എൻഗേജ്മെന്റ് ഓഫ് ദ സെൽഫ് അഥവാ ഒരു പ്രോഗ്രസീവ് ജേർണിയും ഒരു റിഗ്രസീവ് ജേർണിയും പറയുന്നുണ്ട്. ഈ പ്രോഗ്രസീവ് ജേർണിയിൽ ശുദ്ധമായ സ്വത്വം, സബ്ജക്റ്റ് മാത്രമായ ഈ സെൽഫ് പതിയെ അതിന് തൊട്ടടുത്തുള്ള ബുദ്ധി, അഹങ്കാരം, ചേതന, മനസ്സ്, ശരീര, ഇന്ദ്രിയാദി ലാൻഡ് മാർക്സിൽ കൂടെ കടന്നുപോകും. അകത്തു നിന്ന് പുറത്തേക്കുള്ള ജേർണിയാണ്. അദ്ദേഹം ഈ ശുദ്ധ ചൈതന്യം അജ്ഞാനത്തിന്റെ വശംവദനായിട്ട് ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇതൊക്കെ തന്നെ ഒന്നിന്റെ തന്നെ പല ഭാവങ്ങളാണ്. അത് ശരീര